ണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടിക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരൻ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു ക്വിക്ക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഇവളുടെയൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നാണ് അറിയത്തില്ലാത്തത്. കാരണം ഈ വീഡിയോയിൽ ഇവള് പറയുന്നത് കണ്ടില്ലേ, റസൂൽ പൂക്കുറ്റി അവളുടെ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അച്ഛനാണോ, സഹോദരനാണോ, കാമുകനാണോ, അങ്ങനെ ആരാണെന്ന് അവൾക്ക് അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഒരു അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ സഹോദരനിൽ നിന്നും ഒരു പെണ്ണിന് ഒരിക്കലും ഗർഭിണിയാകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് സജന. എന്നിട്ട് പോലും ആ ഒരു ബന്ധത്തിന് എന്ത് പേരിടണം എന്ന് അവൾക്ക് അറിയത്തില്ല പോലും. അത് കാമുകനാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. സജന ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, വിദേശത്ത് പോയി താൻ ഒരു കുടുക്കിൽ പെട്ടുപോയ സമയത്ത് അവിടുന്ന് തന്നെ രക്ഷിച്ചെടുത്ത ഒരു ആളാണ് റസൂൽ പൂക്കുറ്റി. എനിക്ക് ദൈവത്തെ പോലെയാണ് റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്നുണ്ട്. ആ ഒരു ബന്ധം സൗഹൃദമായി, പിന്നീട് അത് സ്നേഹമായി, എപ്പോഴും അങ്ങനെ ആയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുക്കുമ്പോൾ സജനയ്ക്കൊന്ന് കരഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അപ്പം കാറ് കൂവിക്കൊണ്ട് അത് എൻ്റെ അച്ഛനാണ്, ദൈവമാണ്, സഹോദരനാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾ ഒരുപാട് പേര് അവർക്ക് ഫാൻസായിട്ട് വരും, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് വരും എന്നാണ് വിചാരിച്ചതെങ്കിലും പക്ഷെ ഒന്നും നടന്നില്ല. ഏകദേശം 1 മണിക്കൂർ 44 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഇപ്പോൾ സജന വന്നിരിക്കുന്നത്. ഫിറോസ് ഖാന്റെ വെളിപ്പെടുത്തലുകൾക്കെല്ലാം ശേഷം സജനയുടെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. പക്ഷേ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നു. മറുനാടനിലാണ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതിൽ സജന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സജനയുടെ ഭാഗത്ത് കുറച്ച് ന്യായം ഉള്ള കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ 3 കഥാപാത്രങ്ങളാണല്ലേ, സജന, ഫിറോസ്, റസൂൽ പൂക്കുറ്റി. അപ്പം ഫിറോസിന്റെ ഭാഗം തെളിവുകളോടെ ഫിറോസ് വന്ന് പറയുകയും നമ്മൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ സജന വന്നിട്ട് സജനയുടെ ഭാഗവും അതിലെ തെളിവുകളും കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ അതിനെക്കുറിച്ചിട്ടും വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എടുത്തത്. ഞാൻ ആരുടെയും സപ്പോർട്ടല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സജനയും ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫിറോസും ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഒരു ലവ് മാരേജ് ആണെന്നാണ്. പക്ഷേ ഇത് തികച്ചും എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. ഫിറോസ് ഖാൻ ഇവരെ കണ്ട് ഇഷ്ടപ്പെടുകയും വീട്ടിൽ അവരുടെ ബന്ധുക്കളുമായിട്ട് വന്ന് ആലോചിക്കുകയും തുടർന്ന് 1 മാസത്തോളം ഇവർ ഫോൺ വിളിച്ച് ആ ഒരു സമയത്താണ് ഇവരൊന്ന് തമ്മിലൊന്ന് പ്രണയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വിവാഹം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആ ഒരു ഇത് പ്രകാരം നടത്തിയ ഒരു വിവാഹമല്ല, പകരം ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. പിന്നെ അറിയാവുന്ന 1-2 മുസ്ലിംമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടൊരു വിവാഹ ചടങ്ങ് നടത്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പള്ളിയിൽ വെച്ച് നടത്താതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിറോസ് ഖാൻ ഡിവോഴ്സ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇത് സജനേനെയോ അവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ സജനേനെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇവര് എത്ര രൂപ തരും, സജനയ്ക്ക് സ്ത്രീധനം എന്ത് തരും എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. ആ ഒരു ഒറ്റ ചോദ്യത്തിൽ തന്നെ ഇവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് സജനയ്ക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു. ഈ ഒരു ബന്ധം വേണ്ട എന്ന് വെച്ച് അങ്ങ് പറഞ്ഞു വിടാവുന്നതേ ഉള്ളായിരുന്നു. നമ്മളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് നമ്മുടെ പേരൻസ് നമുക്ക് ഇഷ്ടത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ, ഓർണമെന്റ്സ്, സ്വത്തുവകകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു ഭർത്താവിന്റെ വീട്ടുകാർ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കും, എത്ര കൊടുക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഡിവോഴ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഫിറോസ് ഖാനും കുടുംബവും അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ സജന ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയി ഏകദേശം 5-6 വർഷങ്ങളായി എന്നൊക്കെയാണ് സജന പറയുന്നത്. ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് കഴിയാണ്. ഇപ്പം ഞാൻ പൂക്കുറ്റിയായിട്ട്, അതായത് റസൂൽ പൂക്കുറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആ പുള്ളി കൊണ്ട് കേസ് കൊടുക്കും. ഇപ്പം എനിക്ക് പൂക്കുറ്റിയായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫിറോസ് ഖായ്ക്ക് എന്താണ് എന്നാണ് സജന ചോദിക്കുന്നത്. അതിൽ കുറച്ച് കാര്യവും ഉണ്ട്. കാരണം ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഇയാൾ ഇവരെ നോക്കാത്തത് കൊണ്ടും ജോലിക്ക് പോകാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെയാണ് സജന പറയുന്നത്. പിന്നെ ഇവരെ സംശയമാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇയാൾക്ക് വേറെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഇതെല്ലാം ഇവർ കയ്യോടെ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇയാളുമായിട്ട് മുന്നോട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടിട്ടാണ് ഇവർ പിരിഞ്ഞത്. അതിനുശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പൂക്കുറ്റിയായിട്ട് ബന്ധം ഉണ്ടാകുന്നത്. അപ്പം അതിനെപ്പറ്റി തിരക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഫിറോസിനില്ല. കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആയ ഒരു വ്യക്തിയാണ്. പക്ഷേ
ഫിറോസ് ഖാൻ വിചാരിക്കുന്നത് അവൾ എന്തായാലും ഞാനുമായിട്ട് ബന്ധം പിരിഞ്ഞു, ഇനി അവളെ ജീവിക്കാൻ സമ്മതിക്കരുത്. സജിന പറയുന്നത് ഇനി അയാൾക്ക് എന്റെ കാര്യം തിരക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ലീഗലി അവരിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. ആ സ്ഥിതിക്ക് ഫിറോസ് ഖാൻ ഇപ്പൊ സജിനയുടെ ഭർത്താവ് തന്നെയാണ്. അപ്പൊ സജിന എന്ത് ചെയ്താലും അത് അന്വേഷിക്കാനും അല്ലെങ്കിൽ സജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാനും ഫിറോസ് ഖാൻ ഇപ്പോഴും അധികാരമുണ്ട്. അല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങണമായിരുന്നു. പക്ഷെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് സജിന മുൻകൈ എടുത്തിട്ടുമില്ല, ഫിറോസ് ഖാൻ ഒട്ട് ഡിവോഴ്സ് കൊടുത്തിട്ടുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഡിവോഴ്സും ചെയ്യേണ്ട, ഒരിക്കലും മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തുമില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഫിറോസ് ഖാന് മകളെ നന്നായിട്ട് നോക്കിക്കോളാം അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ സജിനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കല്യാണത്തിന് ശേഷം ഏകദേശം 3 മാസത്തിനുള്ളിൽ തന്നെ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാകാൻ തുടങ്ങി. മകളെ നോക്കാതായി, മകളോട് ഒരുപാട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നീ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, നീ ഇടയ്ക്ക് ഉമ്മാനെ വിളിച്ച് പൊറോട്ട വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അത് മേടിച്ചു തരാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ വേണ്ടേ, അങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞു കൊച്ചിനോട് പറയുന്നത്. സജിനയുടെയും ഫിറോസിന്റെയും കല്യാണം കഴിയുമ്പോൾ ആ കുട്ടിക്ക് 1.5 വയസ്സ് മറ്റേ ഉള്ളൂ. എന്നിട്ട് പോലും ഇവരുടെ കൂടെ കൊണ്ട് നിർത്താനൊന്നും ഈ ഫിറോസ് ഖാൻ സമ്മതിച്ചില്ല. പെട്ടെന്ന് തന്നെ ഫിറോസ് ഖാൻ ഒരു കുഞ്ഞ് വേണമെന്ന് പറയുകയും സജിനയ്ക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും പെട്ടെന്ന് അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു. അങ്ങനെയാണ് ആ മോൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. മോനുണ്ടായതിനു ശേഷം സജിനയുടെ മകളെ ഒട്ടും ഇഷ്ടമില്ലാതായി ഫിറോസ് ഖാന്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ പോകാനോ ആ മോളുടെ ചെലവും കാര്യങ്ങളും നോക്കാനോ, ചേച്ചിയുടെ ഭർത്താവും ചേച്ചിയൊക്കെയാണ് മോളുടെ കാര്യങ്ങൾ ഇത്രയും നാൾ 4 വയസ്സ് വരെ കണ്ട് നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ സജിന പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് സജിന ഇങ്ങനെ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഫിറോസ് ഖാൻ ആ ജോലി ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരുമായിട്ട് സജിനയ്ക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, പലതവണയായിട്ട് ഫിറോസ് ഖാന്റെ പല ബന്ധങ്ങളും ഈ സജിന കയ്യോടെ പിടിച്ചതുകൊണ്ട് ആ ഒരു നമ്മുടെ തെറ്റ് മറ്റൊരാളിലോട്ടൊന്ന് ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ആരുമായിട്ടൊരു ബന്ധവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഫിറോസ് ഖാന്റെ വീഡിയോയ്ക്കകത്ത് സജിന കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന, ഞാനിങ്ങനെ പോവാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കാര്യവും സജിന പറയുന്നുണ്ട്. അത് ഫിറോസ് ഖാനെ വേണ്ട എന്ന് വെച്ച സമയത്ത് അയാൾക്ക് ഒരു പണി കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ ആ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു, അയാൾക്കും തിരിച്ച് പ്രണയം ഉണ്ടായിരുന്നു. അതോടെ വിട്ടു, പിന്നെ അത് മുന്നോട്ട് പോയില്ല എന്ന് സജിന പറയുന്നുണ്ട്. അതും തെറ്റല്ലേ സജിന? ഫിറോസ് ഖാനുമായിട്ട് വിവാഹം കഴിഞ്ഞ് ആ ജീവിതത്തിലായിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് സൈറ്റിൽ പോകുന്ന ഒരാളുമായിട്ട് പ്രണയത്തിലാകുക, അവിടെ പോയി പിന്നെ ആ രീതിയിൽ ഫിറോസ് ഖാനെ പേടിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ പ്രൗഡായിട്ടാണല്ലോ സജിന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സജിനയുടെ മോനെ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ഫിറോസ് ഖാന് അവിഹിതം ഉണ്ടായിരുന്നു. അത് 1 or 2 തവണയായിട്ട് സജിന പിടിച്ചിട്ടുണ്ട് എന്ന് സജിന പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസിലെ ഒരു ആക്ടറിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അലിഗേഷൻസ് ഒക്കെ സജിന ഇപ്പോഴും പറയുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഇന്റർവ്യൂവിൽ വന്ന് സജിന പറഞ്ഞിട്ടുള്ളത്. പിന്നെ സജിനയും ഫിറോസ് ഖാനും ഒരുമിച്ച് അഭിനയിച്ച ഒരു റിയാലിറ്റി ഷോയ്ക്കിടയിൽ അവിടുത്തെ ഒരു ആക്ട്രസിനെ ഫിറോസ് ഖാൻ ഉമ്മ വെച്ചു. അത് കണ്ണാടി വഴി ഈ സജിന കണ്ടു. അങ്ങനെയുള്ള കാര്യങ്ങൾ സജിന പറയുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഫിറോസ് ആണ്. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതായത് 10,000 രൂപ കിട്ടുന്ന ഒരു ജോലിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അവിടെ ഞാൻ പറയും 8,000 രൂപയൊക്കെ തന്നുള്ളൂ എന്ന് പറയണം, എന്നാലേ 2,000 എൻ്റെ മകളുടെ ചെലവിനായിട്ട് വീട്ടിലോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയതെന്നൊക്കെയാണ് സജിന പറയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയ സമയത്ത് അവരൊരു 3 ആഴ്ചത്തെ പേയ്മെന്റ് നേരത്തെ അയച്ചു തരുമായിരുന്നു. ആ പൈസ കൊണ്ടാണ് എൻ്റെ വീട്ടിലെ കുറച്ച് ചെലവുകൾ കാര്യങ്ങൾ, അതുപോലെ തന്നെ മകളുടെ പഠിപ്പ്, അതുപോലെ ഇവർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ആ ഒരു പൈസയിൽ നിന്നാണ് എടുത്ത് സജിനയുടെ വീട്ടുകാർ അയച്ചു കൊടുത്തതെന്ന് പറയുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പൈസ ചെലവാക്കിയതിനെ തുടർന്ന് ഭയങ്കര വഴക്കുണ്ടാകുകയും സജിനയെ ഒരുപാട് അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്തു. മുഖമെല്ലാം പൊട്ടിയ അവസ്ഥയിൽ ബിഗ് ബോസിലെ ആ ലൈവില് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തന്നെയാണെന്നൊക്കെ സജിന വീണ്ടും പറയുന്നുണ്ട്. ഇത് തന്നെ ഇതിനു മുമ്പും വന്ന് സജിന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഫിറോസ് ഖാന്റെ വീഡിയോയിൽ ഫിറോസ് ഖാൻ പറയുന്നുണ്ടായിരുന്നു, പൂക്കുറ്റിയുടെ കയ്യിൽ നിന്ന് വരുന്ന ലക്ഷങ്ങളുടെ കാര്യം മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ മകന് ചെലവിനായിട്ട് എല്ലാ മാസവും കുറച്ച് ആയിരങ്ങൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ആയിരങ്ങൾ എന്ന് പറയുമ്പോൾ 10,000, 20,000 അങ്ങനെയല്ല, ഒരു മാസം 2,000 രൂപ വീതം എങ്ങാണ്ട്
മകൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതായത് പിന്നീട് അത് 2500 രൂപ എന്നുള്ള രീതിയിലായി മകൻ്റെ ചെലവിനായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞിൻ്റെ ചെലവിനായിട്ട് അയച്ചു തരുന്നത് ആ ഒരു പൈസ മതിയായിരിക്കും ഒരു മാസം. പക്ഷേ ഫീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഈ 2500 രൂപയിലൊന്നും ഒതുങ്ങത്തില്ല മക്കളുടെ ഫീസും കാര്യങ്ങളൊക്കെ. പിന്നെ മക്കളുടെ പകുതി കാര്യം അച്ഛൻ പകുതി കാര്യം അമ്മ നോക്കണം എന്നാണല്ലോ. അതുപോലെ തന്നെ സജിന പറയുന്ന ഒരു അലിഗേഷനാണ്, സജിനയായിട്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ ഫിറോസ് ഖാൻ്റെ ആദ്യ ഭാര്യയെ വിളിച്ചിട്ട് ഒരബദ്ധവശാല് സജിനയെ കല്യാണം കഴിച്ചതാണ്, എനിക്ക് നിന്റെ കൂടെ ആയിരുന്നു ജീവിക്കേണ്ടത്, എനിക്ക് നിന്നെ വേണമെന്ന് ആദ്യ ഭാര്യയോട് പറയുമായിരുന്നു അത്രേ. ഇതൊക്കെ ആദ്യ ഭാര്യ വിളിച്ച് സജിനയോടും പറയുമായിരുന്നു. ഇവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആദ്യ ഭാര്യ സജിനയോട് പറയുന്നതാണ്, സജിനയെ സംശയിക്കുന്നത് പോലെ തന്നെ ഫിറോസ് ഖാൻ അവരെയും സംശയിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സംശയം നേരത്തെ തൊട്ടേ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്റർവ്യൂ എടുക്കുന്ന ആള് സജിനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളും പൂക്കുറ്റിയും തമ്മിലുള്ള സംസാരം എങ്ങനെയാണ് ഫിറോസ് ഖാന്റെ കയ്യിൽ ആ ഒരു കോൾ റെക്കോർഡ് കിട്ടിയെന്ന് ചോദിക്കുമ്പം സജിന പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് സജിനയ്ക്ക് 2 സുഹൃത്തുക്കളുണ്ട്, ഒന്ന് ആൻമേരിയെയും അതുപോലെ തന്നെ ദിയാസനെയും. അപ്പം പൂക്കുറ്റിയും സജിനയും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചർച്ചകൾ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പം ഈ ആൻമേരിയും ദിയാസനെയുമാണ് ഇടയ്ക്ക് നിന്നുകൊണ്ട് അതൊക്കെ പരിഹരിച്ചു പോകാറ്. തികച്ചും പേഴ്സണലായിട്ടുള്ള സംസാരം ഈ ദിയാസാനയ്ക്കും ആൻമരിയയ്ക്കൊക്കെ അയച്ചു കൊടുക്കുകയും അവരത് ഫിറോസിന് കൈമാറുകയും ചെയ്തു. അതുപോലെ തന്നെ അവളത് സമ്മതിക്കുന്നുമുണ്ട് കേട്ടോ, അത് ഞങ്ങളുടെ സ്വന്തമാണ്, ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല. അഥവാ വന്നെങ്കിൽ തന്നെ വീണ്ടും എയറിൽ പോകാമെന്ന് കറക്റ്റായിട്ട് സജിനയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊന്നും ആണെന്ന് അവൾ പറയുന്നില്ല. ഞാനും പൂക്കുറ്റിയായിട്ടുള്ള സംസാരം തന്നെയാണ് സജിന പറയുന്നത്. പക്ഷെ കൂട്ടുകാരാണ് ഒറ്റിക്കൊടുത്തതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല 8ന്റെ പണി കൂട്ടുകാർക്കും അവൾ ഈ ഒരു ഇന്റർവ്യൂവിൽ കൊടുക്കുന്നുണ്ട്. കാരണം എന്നെ ചതിച്ച കൂട്ടുകാർ ഇനി ജീവിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് അവളും സജിനയും. സജിന പറയുന്നത്, വീട്ടിൽ ഒരു സെലിബ്രേഷനൊക്കെ നടത്തിയ സമയത്ത് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ദിയാസന വരുന്നു, ഒരു കവറിൽ നിറയെ MDMA ആയിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നത് സജിനയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വീണ്ടും വരട്ടെ എന്ന് ദിയാസന ചോദിച്ച സമയത്ത് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദിയാസനയ്ക്ക് സജിനയോട് ഇത്രയും ദേഷ്യം വന്നത്. ദിയാസന MDMA ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യം ആ ഒരു ഇന്റർവ്യൂവിൽ സജിന വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് അങ്ങനെ ഒരു പാർട്ടി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തണ്ട, എനിക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പം ദിയാസനയ്ക്ക് ദേഷ്യമായി ഈ ഒരു റെക്കോർഡുകളെല്ലാം ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സജന പറയാണ്, ഫിറോസ് ഖാനുമായിട്ട് സെപ്പറേറ്റഡ് ആയ ശേഷം ജീവിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരു 100 രൂപ പോലും കയ്യിലില്ലാതെ ചേച്ചിയോടൊക്കെ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ താരങ്ങളാണെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊമോഷൻസ് കാര്യങ്ങൾ കൊളാബ് ഇങ്ങനെ ഒന്നും കിട്ടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. സജിന ഓരോ ആർട്ടിസ്റ്റുകളോട് പോയി എനിക്കൊരു ചാൻസ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയെ അവരെ വിദേശത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെ പോയി ഈ രേണുസൂതിയൊക്കെ ഇരിക്കുന്ന പോലെ ബാറിലൊക്കെ പോയിരിക്കുകയും അവരുടെ പടം തന്നെ വെച്ചിട്ട് സജിനേനെ ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അന്നേരമാണ് ഇവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത്, ഇതൊരു കള്ളച്ചതിയാന്ന്. അവിടെ പോയി പെടാത്ത വണ്ണം റസൂൽ പൂക്കുറ്റിയാണ് അവരെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു രേണുസുതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, രേണുസുതി അങ്ങനെയാണ് പോയത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വിദേശത്ത് ദുബായിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവിടെ ചെന്ന് ഓരോ ചെയറിൽ ഇരുന്നാൽ മാത്രം മതി, അതായത് ഒരു ഗസ്റ്റായിട്ട് പോയി ഇരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞെങ്കിലും കൂടെ കൊണ്ടുപോയ സ്ത്രീയുടെ ഉദ്ദേശം വേറെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് രക്ഷിച്ചെടുത്തത് റസൂൽ പൂക്കുറ്റിയാന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവരുടെ ചെലവ്, കുട്ടികളുടെ പഠിപ്പ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാത്തിനുള്ള സാമ്പത്തികം കൊടുത്ത് ഇവരെ സഹായിച്ചത് റസൂൽ പൂക്കുറ്റിയാണ്. അപ്പം അതിനുള്ള ഒരു പാരിതോഷികമായിട്ട് സജിനയെ തന്നെ കൊടുത്തു എന്നാണ് സജിന ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സജിന ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, റസൂൽ പൂക്കുറ്റി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്, അവരൊക്കെ ഒരു കുടുംബമുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ സജിന ഓർക്കണമായിരുന്നു. സജിനയുടെ ഭർത്താവ് വേറെ പെണ്ണുങ്ങളുമായിട്ട് അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആക്രോശിക്കുമ്പം ആ ഒരു റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സജിന ചിന്തിച്ച് നോക്കണമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഈ രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട്. റസൂൽ പൂക്കുറ്റി ദൈവമാണ്, അച്ഛനാണ്, സഹോദരനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നല്ലൊരു ഭർത്താവല്ലെന്ന് മനസ്സിലായോ നിനക്ക്? നല്ലൊരു ഭർത്താവായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ പോലെ അല്ലെങ്കിൽ എത്രത്തോളം ആരുമായിട്ട് ബന്ധം സ്ഥാപിച്ചാലും ഈ ഒരു റിലേഷനിലോട്ട് റസൂൽ പൂക്കുറ്റി വരത്തില്ലായിരുന്നു. നമ്മുടെ രമേശ് ചെന്നിത്തല നയിക്കുന്ന തൂഫാൻ എന്ന് പറയുന്ന ആ ഓപ്പറേഷനിൽ ദിയാസന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം സജിന ദിയാസനെ കുറിച്ചിട്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ പറയുമ്പം
അതിനുള്ളൊരു മറുപടി തീർച്ചയായിട്ടും ദിയാസന കൊടുക്കേണ്ടത് തന്നെയാണ്. ദിയാസനയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഇന്റർവ്യൂ ചെയ്യുന്ന ആള് സജനയോട് ചോദിക്കുന്നുണ്ട്, റസൂൽ പൂക്കുറ്റിയുടെ ഫാമിലിയൊക്കെ ഇതറിഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം എന്ന് ചോദിക്കുമ്പം വളരെ കൂളായിട്ട് സജന പറയുന്നുണ്ട്, അവരുടെ ഫാമിലിക്കും ഒരു കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു വല്ലാത്ത ഫാമിലി തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സജനയുടെ അമ്മയുടെ ചേർത്ത് നിർത്തൽ നമ്മുടെ ഫിറോസ് ഖാന്റെ വോയിസ് റെക്കോർഡിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. സജനയുടെ അമ്മ സജനനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. റസൂൽ പൂക്കുറ്റിയുടെ ഫാമിലിയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണ് റസൂൽ പൂക്കുറ്റിയും സജനയും തമ്മിലുള്ള സംസാരം ഫിറോസ് ഖാൻ വെളിയിലോട്ട് വിട്ടത് എന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച സമയത്ത് സജന പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയത്തില്ലെന്നാണ്. പക്ഷെ ഫിറോസ് ഖാൻ അതിന് വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. പല കേസുകളിലും കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വെളിയിലോട്ട് വന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഫിറോസ് ഖാനെ എങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കണമെന്ന് റസൂൽ പൂക്കുറ്റി പറയുന്ന ഒരു വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഈ വോയിസ് ഞാൻ റിവീൽ ചെയ്യുന്നതെന്ന് ഫിറോസ് ഖാൻ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കേസ് എന്താണ് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫിറോസ് ഖാന് ചെറിയ പെൺകുട്ടികളോടാണ് താല്പര്യം. അതായത് അവരുടെ മകൾക്ക് പോലും 17 വയസ്സാകുന്നതേ ഉള്ളൂ. 17 വയസ്സ് 18 വയസ്സ് ഒക്കെ ഉള്ള പെൺകുട്ടികളോടാണ് താല്പര്യം. അങ്ങനെയുള്ള 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും ആ പെൺകുട്ടി സജനയെ കോണ്ടാക്ട് ചെയ്തെന്നും ഇവർ തമ്മിൽ കേസ് കൊടുത്തു എന്നൊക്കെയാണ് സജന പറയുന്നത്. അതിന്റെ വ്യക്തമായ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും സജന വെളിയിൽ വിട്ടിട്ടുമുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ഫിറോസ് ഖാന്റെ ആ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കയറി കാണുക. അപ്പം ആ പെൺകുട്ടിയായിട്ട് ഒരു അലിഗേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാകണം, ഇത് വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫിറോസ് ഖാന്റെ വോയിസ് ഇത് കേട്ട സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു രീതിയിലും സപ്പോർട്ട് അർഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഫിറോസ് ഖാൻ. അതുപോലെ തന്നെ സജനയും റസൂൽ പൂക്കുറ്റിയും എല്ലാം കണക്കാണ്. 3 പേരും ഫാമിലിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അതായത് സ്വന്തം ഫാമിലിയോട് ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സും സ്നേഹവും ആത്മാർത്ഥതയും വെച്ച് പുലർത്താത്ത 3 എണ്ണങ്ങളാണ് ഇവര്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവാണെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.